അങ്ങനെ ഞാനും അദ്ദേഹം കൂടി യാത്ര ചെയ്യുമ്പോഴാണ് അടുത്തൊരു വലിയൊരു ഒരു സ്വീകരണം എനിക്ക് വേണ്ടി നിൽക്കുന്നത്. എനിക്ക് രാവിലെ ഞാനും പുള്ളിയായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. ആദ്യമായിട്ടൊരു കോൾ വരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ ബാലരാമപുരത്തിനടുത്ത് മുടവൂർ പാറ, വെടിവെച്ചാങ്കോലിഞ്ഞ് മുടവൂർ പാറ, ഇപ്പോഴത്തെ ആ വലിയ റോഡിൻ്റെ സൈഡിൽ അവിടെ ഒരു ശിവക്ഷേത്രമുണ്ട്. അവിടെ ഒരു ആർച്ചുണ്ട്. ആർച്ചിൻ്റെ തൊട്ടപ്പുറത്ത് റോഡിലൊരു പബ്ലിക് പൈപ്പ്, പൊതുജനങ്ങൾക്ക് വെള്ളമെടുക്കാൻ പറ്റുന്നൊരു പൈപ്പുണ്ട്. അപ്പോൾ അവിടെ രാവിലെ ആരോ വെള്ളമെടുക്കാൻ വന്നപ്പോൾ ആ പൈപ്പിൻ്റെ അടിയിൽ കൂടെ ഒരു ഹോളുണ്ടായിരുന്നു. ആ ഹോളിൽ കൂടെ ഒരു പാമ്പ് തലയിട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ വിളിക്കുന്നു. ഞാൻ ഉടനെ ഇദ്ദേഹത്തിനെ കട്ട് ചെയ്തിട്ട് അമ്പിച്ചേട്ടനെ വിളിക്കുന്നു. ഡ്രൈവർ അമ്പിച്ച, അന്ന് എനിക്ക് വിസ്തയാണെന്ന് തോന്നുന്നു. അമ്പിച്ചേട്ടൻ വരുന്നു. ഞാൻ പെട്ടെന്ന് അമ്പിച്ചേട്ടൻ്റെ കാറിൽ കയറി ആ സ്ഥലത്ത് ചെല്ലുന്നു. സ്ഥലത്ത് നിന്ന് റോഡ് മുഴുവനും ബ്ലോക്കായി, ആൾ കിടക്കുന്നു. ഫുൾ ആളായി. 4 ചുറ്റും പാമ്പിൻ്റെ അടുത്തൊക്കെ ആളായി, പാമ്പിരിക്കുന്നതിൻ്റെ അടുത്തും ആളായി. അപ്പോൾ ഞാൻ എല്ലാവരെയും മാറ്റി എടുത്ത് ചെന്നിറങ്ങി പാമ്പിനെ കണ്ടു. ഞാനപ്പോൾ കുറച്ച് മണ്ണൊക്കെ മാറ്റി പൈപ്പിൽ നിന്ന് അങ്ങോട്ട് വെള്ളം ഒഴിച്ചപ്പോൾ പാമ്പ് ഇറങ്ങി വന്നു. പാമ്പിനെ പിടിച്ചു. ഇത്രയും ജനങ്ങളെ അടുത്ത് നിൽക്കുന്നു. അപ്പോൾ എനിക്ക് പാമ്പിനെയും നോക്കണം, ഈ ആൾക്കാരെയും നോക്കണം, ഈ 2 ആൾക്കാരെ നോക്കണം. അപ്പോൾ ഞാൻ 2നെയും നോക്കി നിൽക്കുന്ന സമയത്ത് ഒരു ബോട്ടിലെടുക്കാൻ പറഞ്ഞു. എൻ്റെ കയ്യിലൊന്നും ബോട്ടിലൊന്നുമില്ല. ഞാൻ കൈവീശിയാണ് പോകുന്നത്. ഇപ്പോഴും അങ്ങനെയാണ് പോകുന്നത്. ബോട്ടിൽ വാങ്ങിക്കുന്നു. ഈ അതിഥി എങ്ങനെ പിടിച്ചപ്പോൾ ആരൊക്കെ അടുത്തടുത്ത് പോകുന്നു. അടുത്തടുത്ത് ഞാൻ എവിടെയൊക്കെ മാറാൻ പറഞ്ഞ് തീരുന്നതിനിടയിൽ കടി കിട്ടുന്നു. ഇതായിരുന്നു ഈ കടി കിട്ടുന്നു. ഇവിടെ കടി കിട്ടി. അതിങ്ങനെ കടിച്ച് പിടിച്ചു. ഞാൻ പിന്നെ അതിനെ പുറത്തേക്ക് എടുത്ത് ബോട്ടിലടച്ചു. ഇത്രയും ജനങ്ങൾ അടുത്തപ്പോൾ എല്ലാവരും പേടിച്ചു. പെട്ടെന്ന് കടി കിട്ടിയ പേടിച്ചു. പിന്നെ പലരും പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, ആവാസരക്ഷയൊന്നും മരിക്കത്തില്ല, ആവാസരക്ഷ പാമ്പ് പിടിച്ച ചാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിനെ എടുത്ത് ഒരു പേടിയും ഞാൻ കണ്ടില്ല. ഒരു പേടിയും എൻ്റെ മനസ്സിലുണ്ടായില്ല. ഞാനത് എടുത്ത് ബോട്ടിലാക്കി, കെട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ തന്നെ ഞാൻ ഡയറിയിൽ എഴുതി വാങ്ങിച്ചു. പോകുന്ന സ്ഥലത്തുള്ള അഡ്രസ്സ് എഴുതി വാങ്ങിച്ച് കാറിൽ കയറി. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് വേദന ഏകദേശം വർദ്ധിച്ചു തുടങ്ങി. അപ്പോൾ വേദന ഉണ്ടായില്ല, കുറച്ച് വേദന ഇങ്ങനെ വർദ്ധിച്ചു തുടങ്ങി. അപ്പോൾ ഞാൻ ചേട്ടാ നമുക്കൊരു കാര്യം, എന്തായാലും ഞാൻ ICUലാവും, നമുക്ക് കഴിക്കാം, ചായ കുടിക്കാം. അങ്ങനെ ഞങ്ങൾ പലയിടത്തും നേരെ കിള്ളിപ്പാലം വഴി നേരെ നമ്മുടെ ബേക്കറി ജംഗ്ഷൻ കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ എനിക്ക് വന്നൊരു ഹോട്ടൽ വിക്ടോറിയ മറ്റാണ്. ഇപ്പോൾ അതില്ല, പൂട്ടിപ്പോയി. ഇപ്പോഴത്തെ പുതിയ പാലത്തിനിടയിൽ റിസർവ് ബാങ്ക് എത്തുന്നതിന് മുന്നേ ഇടത് സൈഡിൽ വിക്ടോറിയാണ്. അവിടെ ഇറങ്ങി 2 ദോശയും ചമ്മന്തിയോ സാമ്പാർ എന്താ പറഞ്ഞ് കൊണ്ടുവന്ന സമയത്ത് പിന്നെ വേദന നന്നായിട്ട് വർദ്ധിച്ചു. ഞാൻ പറയുന്നത് വേണ്ട കേട്ടോ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാൻ. അങ്ങനെ നേരെ വരുന്നു, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് വരുന്നു. നേരെ കാഷ്വാലിറ്റി വന്നത്തെ OPയും പഴയ ബേബി പോൾ സാറായിരുന്നു. അദ്ദേഹത്തിൻ്റെ യൂണിറ്റായിരുന്നു. അപ്പോൾ അവരെന്നെ ഏറ്റെടുത്തു. ട്രീറ്റ്മെൻറ്റ് ഒക്കെ തുടങ്ങി. അന്നും ICUലായി, വെൻറ്റിലേറ്ററിലായില്ല. വെൻറ്റിലേറ്ററിൽ ഏറ്റവും കൂടുതൽ കിടന്ന ഇതാണ്, പക്ഷേ ഇത് വെൻറ്റിലേറ്ററിലായില്ല. നേരെ ICUലാവുന്നു. പിന്നെ കൈയൊക്കെ നീര് വെക്കുന്നു. കൈ ഇവിടെയെല്ലാം നല്ല നീരായി. പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇവിടെയൊക്കെ കീറി വിട്ടു. ഈ നീരെല്ലാം കീറി വിട്ടു. അപ്പോഴാണ് ഒന്നുകൂടി ഡോക്ടർമാർ ഒന്നുകൂടി എന്നെ പഠിക്കാൻ ശ്രമിച്ചു. ശ്രമിച്ചപ്പോഴാണ് എൻ്റെ പറഞ്ഞത്, സുരേഷിന് ഒരു കാരണവശാലും ടെൻഷൻ്റെ ആവശ്യമൊന്നും വേണ്ട. എനിക്ക് ടെൻഷനൊന്നും ഇല്ലാന്ന്. സുരേഷിൻ്റെ ശരീരത്തിലേക്ക് ആൻറ്റിബോഡി വളരെ അധികം വർദ്ധിച്ചിട്ടുണ്ട്. സുരേഷിനെ പാമ്പ് കടിയേറ്റാൽ സുരേഷിന് പെട്ടെന്നൊന്നും മരണം സംഭവിക്കില്ല. സുരേഷിനെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി സുരേഷിനെ കുറച്ചുകൂടി ബോഡി ഒന്നുകൂടി തയ്യാറാക്കണമെങ്കിൽ സുരേഷിൻ്റെ ശരീരത്തിലേക്ക് ലേശം അല്പം പാമ്പിൻ്റെ വെനം ഡോസ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഉഷാറായിട്ടുള്ള ആൻറ്റിബോഡി ആക്കിയെടുക്കാമെന്ന് പറഞ്ഞു. ആൻറ്റിബോഡിയായിട്ട് ആ ശരീരം മാറ്റാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, അതൊരു നല്ല ഐഡിയ ആണല്ലോ. അടുത്ത ഒരു തലമുറയ്ക്ക് എന്തെങ്കിലും ഒന്ന് പഠനമാക്കിക്കൂടെ എൻ്റെ ശരീരം കൊണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെയും ചിന്തിച്ചു. അപ്പോൾ എന്നാൽ അത് നല്ലതാണ്. അടുത്ത തലമുറയ്ക്ക് നമുക്ക് എന്തെങ്കിലും, നമ്മളിപ്പോൾ പൂർവികന്മാരായിരുന്നാൽ പോലും പിൻതലമുറയ്ക്ക് ഓരോന്ന് കണ്ടു വെച്ചിട്ടാണ് അവർ യാത്രയായത്. അവർ കണ്ടുവച്ചതേ നമുക്കിന്നുള്ളൂ. നമ്മൾ പുതിയതായിട്ടൊന്നും കണ്ടുവച്ചിട്ടില്ല. അപ്പോൾ അടുത്ത തലമുറയ്ക്ക് പാമ്പിനെക്കുറിച്ച്, പാമ്പിൻ്റെ കടിയെക്കുറിച്ച് എന്തെങ്കിലും ഒരു പാഠമാക്കാൻ എനിക്ക് കഴിഞ്ഞാൽ അത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യം. എൻ്റെ ആഗ്രഹം എന്ന് വെച്ചാൽ പാമ്പ് കടിയിട്ട് മരണപ്പെടണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഞാൻ എന്താ പറയുക, എൻ്റെ വീട്ടിൽ എനിക്ക് മുട്ടകൾ കിട്ടാൻ തുടങ്ങി. പല സ്ഥലത്തും പാമ്പിനെ പിടിക്കാൻ മുട്ട കിട്ടുന്നു. ആ മുട്ടകൾ വിരിയിക്കുന്നു. ആ വിരിയിക്കുന്ന കുഞ്ഞന്മാരെ കൊണ്ട് എൻ്റെ കയ്യിൽ ഞാൻ അങ്ങനെ കടിപ്പിക്കുന്നു. എൻ്റെ നാട്ടോട് വെച്ചറിയാൻ പറ്റും. കുഞ്ഞന്മാരെ കൊണ്ട് ഇങ്ങനെ കടിപ്പിക്കുന്നു. അപ്പോൾ ചെറിയ ഡോസിലേക്ക് എൻ്റെ ശരീരത്തിൽ വെള്ളം പോകുന്നത് നല്ലതാണ് എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ രീതിയിലേക്ക് എൻ്റെ ശരീരത്തെ കടികൾ കൊണ്ട് തയ്യാറാക്കിയെടുത്തു. അപ്പോൾ എനിക്ക് തോന്നി, ആ കാലഘട്ടത്തിൽ ഈ കടി കഴിഞ്ഞു, ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വീട്ടിൽ വന്നു, കുഴപ്പമൊന്നുമില്ല, യാത്ര ചെയ്ത് തുടങ്ങി. ആ യാത്ര ചെയ്ത് ചെല്ലുമ്പോൾ പിന്നെ ഞാൻ ഓട്ടോയ്ക്ക് പൈസ ഇല്ലാത്തൊരു കാലഘട്ടം വന്നു. അപ്പോൾ എനിക്ക് നല്ല സുഹൃത്തിനെ കിട്ടി.
ചന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. കേരള ടീമിൽ ഫുട്ബോൾ കളിച്ചിട്ടുള്ള ഒരാളാണ്. സത്യൻ സാറിനോടൊപ്പം പണ്ട് അല്ലെങ്കിൽ പിന്നെ അദ്ദേഹം നേവിയിൽ ജോലിയാവുന്നു. അവിടുന്ന് റിസൈൻ ചെയ്ത് വരുന്നു. KSRTCയിൽ മെക്കാനിക്കായിട്ട് കയറുന്നു. അപ്പോൾ അദ്ദേഹത്തിനൊരു ചേതക്കുണ്ടായിരുന്നു, ചേതക്ക് വണ്ടി. പിന്നെ എൻ്റെ യാത്ര ചേതക്കിലേക്ക് മാറും. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വൈഫ് ഒരു ആക്റ്റീവ ഇറങ്ങിയ ആൾ ഫസ്റ്റ് ആക്റ്റീവ എടുക്കുന്നു. അപ്പം ഞങ്ങൾ ഈ ചേതക്കിൽ പിന്നെ അങ്ങോട്ട് പാമ്പിനെ പിടിക്കാണ്ട് കുറേ ദൂരം യാത്ര ചെയ്തു. അപ്പോൾ അപ്പോഴും ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എനിക്ക് ഫുഡ് കഴിക്കാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഫുഡ് കഴിക്കാം. ഞങ്ങൾ ഇവിടുന്ന് ആറ്റിങ്ങിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ 20-30 രൂപയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. അല്ല 50 രൂപയ്ക്ക് അപ്പുറം കിട്ടിയ സംഭവങ്ങളെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരു ദിവസം ഈ വണ്ടിയിൽ പെട്രോളില്ലായിരുന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫിനോട്, രമ എന്നാണ് ആ ചേച്ചിയുടെ പേര്, എടി നിൻ്റെ വണ്ടിയുടെ താക്കോലിങ്ങാന്നാണ്. അപ്പം ഞാൻ എന്തെന്ന് ചോദിച്ചു. ഞാൻ ചേച്ചി എന്താ, ഞങ്ങൾക്കൊരു പാമ്പിൻ്റെ കോൾ വന്നു പറഞ്ഞു. തൊട്ടടുത്താണെന്ന് പറഞ്ഞു. ഉടനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വണ്ടി കയറുന്നു, ആക്റ്റീവ വണ്ടി കയറുന്നു. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആറ്റിങ്ങിലെത്തിയതും ഞാനിരുന്ന വണ്ടിയിലൊരു ബസ് വന്നിട്ട് അല്ല ഒരു ലോറി, നാഷണൽ പെർമിറ്റ് ലോറി ഒന്ന് തട്ടുന്നു ബാക്കിൽ. എൻ്റെ അപ്പോൾ വണ്ടി വന്നപ്പോൾ എനിക്കെന്തോ പന്തിയിടും. ഞാൻ കാല് മാറ്റിയപ്പോൾ കറക്റ്റ് ആ ബോഡിയിലൊന്ന് തട്ടുന്നു. അപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു, ചേട്ടാ നമുക്കെന്തായാലും ഇതത്ര നല്ലതായിട്ട് തോന്നി. കാരണം എൻ്റെ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന എല്ലാ കടികളും, എല്ലാ പാമ്പ് കടികളും ഞാൻ സ്വപ്നം കണ്ടിരുന്നു അപകടം ഉണ്ടാകുന്നതായിട്ട്. അപ്പോൾ ഇത് പറഞ്ഞു, ചേട്ടാ നല്ല ലക്ഷണമല്ല, വണ്ടി തട്ടിയെന്ന് പറഞ്ഞു. അതൊന്നും കുഴപ്പമില്ല, എനിക്ക് അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞു. അത് ഞങ്ങൾ പോകുന്നു. കല്ലമ്പലത്ത് വെട്ടിമൺ കോണം ആറ്റിങ്ങൽ വെച്ചാൽ വണ്ടി ഇടിക്കുന്നത്, കച്ചേരി വെച്ച് വണ്ടി ഇടിക്കുന്നു. ഞങ്ങൾ മൈൻഡ് ചെയ്തങ്ങ് പോയി. ആലങ്കോട് കഴിഞ്ഞ് കല്ലമ്പലം എത്തുന്നതിന് മുന്നേ വെട്ടിമൺ കോണം എന്ന സ്ഥലത്ത് നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് അകത്തേക്ക് കയറുന്നു. ചെന്ന് പാമ്പതിഥിയെ പിടിച്ച് ജനങ്ങൾ ഭയങ്കര ജനമായിരുന്നു. എനിക്ക് തോന്നുന്നു 500-ലേറെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ കള്ളു കുടിച്ചുകൊണ്ടൊരു ചേട്ടനുണ്ടായിരുന്നു അവിടെ. അദ്ദേഹം ഊരത്തെറിയായിരുന്നു, ഒരു പാമ്പിനെയും എന്നെയൊക്കെ തെറിയായിരുന്നു. അപ്പോൾ ഞാനിത് ആരാണ് തെറി പറയുന്നത്, പാമ്പതിഥി ഞാൻ മാളത്തിൽ നിന്ന് പിടികൂടുന്നു. ലൈവായിട്ട് ആൾക്കാർ എടുക്കുന്നുണ്ടായിരുന്നു. അത് അന്നൊക്കെ മൊബൈൽ എന്താ ക്യാമറ നമ്മുടെ ചാനലിൻ്റെ എണ്ണങ്ങൾ കൂടി വരുന്നൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ഞാൻ അതിനെ മാളത്തിൽ നിന്ന് എടുക്കുന്നു. അതിനെ ഇങ്ങനെ പിടിക്കുമ്പോൾ വയറ് വീർത്തിരിക്കുന്നു. അപ്പോൾ വയറ് വീർത്തിരിക്കുമ്പോൾ എൻ്റെ വയറ്റിൽ ഭക്ഷണമാണ്. ആ ഭക്ഷണം എന്തായാലും കൂട്ടിലാക്കുന്നതിന് മുന്നേ ഛർദ്ദിക്കും. അല്ലെങ്കിൽ കുപ്പിക്കകത്ത് ഛർദ്ദിച്ചാൽ ചിലപ്പോൾ വായിൽ കുരുങ്ങി ശ്വാസം മുട്ടാതെ പാമ്പ് മരിക്കും. നമ്മൾ ഹോൾ ഇട്ടാലും മരിക്കും. അപ്പോൾ ഞാൻ അതിനെ വാലി പിടിച്ചിങ്ങനെ തള്ളിക്കളയാൻ ശ്രമിക്കുന്നു. അപ്പോൾ പുള്ളി ഭയങ്കര തെറിയായിരുന്നു പുള്ളിക്കാരൻ. അപ്പോൾ ഞാൻ പുള്ളി ഇങ്ങനെ തിരിഞ്ഞ് നോക്കുന്നതും കറക്റ്റ് താഴെ നിന്ന പാമ്പ് ചാടി ഇവിടെ കടിക്കും. അതാണ് ഈ കടി. കല്ലമ്പലത്ത് വെട്ടിമൺ കോണത്ത് വെച്ചുള്ള കടിയായിരുന്നു. അപ്പോൾ കടിച്ചു. ഞാൻ പിന്നെ പാമ്പിനെ താഴെ ഇട്ടു. എന്നിട്ട് പെട്ടെന്ന് പാമ്പിനെ അടുത്തിരുന്ന ഒരാളുടെ തുണി തോർത്ത് വാങ്ങിച്ച് ഇവിടെ ഇങ്ങനെ ടൈറ്റാക്കിയില്ല, അല്ലാതെ കെട്ടി. എന്നിട്ട് എഴഞ്ഞ് പോയി പാമ്പിനെ പെട്ടെന്ന് പോയി പിടികൂടി. ഞാൻ പോയ ആക്റ്റീവയുടെ ഡാഷ് പറഞ്ഞ് അതിനകത്തിട്ട് പൂട്ടി. അവിടെ നിന്ന് ഒരു 100 മീറ്റർ നടക്കണം. ഈ പാമ്പിനെയും കൊണ്ട് 100 മീറ്റർ നടന്ന് അവിടെ കൊണ്ടിട്ട് പൂട്ടി. ആ വണ്ടിയുടെ ഡാഷിനകത്തിട്ട് പൂട്ടി താക്കോല് പുള്ളിക്കാരനെ ഏൽപ്പിച്ചു. അപ്പോഴത്തേക്ക് എനിക്ക് ശ്വാസം മുട്ട് അനുഭവപ്പെട്ടു തുടങ്ങി. ഉടനെ തന്നെ ഞാൻ തൊട്ടടുത്തുള്ള അന്നത്തെ എനിക്കൊന്നത് മനോരമ അവിടുത്തെ മനോരമയുടെ ലോക്കൽ ഏജൻറ്റ് പുള്ളിക്കാരൻ്റെ മുന്നിൽ ലാലു എന്ന് പറഞ്ഞൊരു CPM-ൻ്റെ ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു. ഇപ്പോൾ വാർഡ് മെമ്പറാണ് പുള്ളി നന്നായിട്ട് പെട്ടെന്ന് തന്നെ എടുത്ത് വണ്ടി കയറ്റി പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി നല്ല സ്പീഡിൽ വേണ്ട മെഡിക്കൽ കോളേജിലെത്തുന്നു. മെഡിക്കൽ കോളേജിലെത്തി അപ്പോൾ എനിക്ക് ബോധം പൂർണ്ണമായിട്ട്, ശ്വാസം മുട്ടൽ വന്ന് എനിക്ക് ബോധം പൂർണ്ണമായിട്ട് പോയി. എനിക്ക് പൂർണ്ണ അറസ്റ്റായി. അപ്പോഴാണ് ഒരിക്കലും മറക്കാൻ പറ്റില്ലാത്ത അദ്ദേഹത്തിൻ്റെ യൂണിറ്റ് പോലുമല്ല, മനോജ് എന്ന് പറഞ്ഞൊരു PG ഹൗസ് സർജൻസി പാസ്സായി, ഹൗസ് സർജൻസി കഴിഞ്ഞൊരു ഡോക്ടർ. പുള്ളി അതിൽ ഓടി പോയപ്പോൾ ഞാനിങ്ങനെ നടന്ന് ശ്വാസം മുട്ടും. അപ്പോൾ ഒരു ലേഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേഡി ഡോക്ടർ മാത്രമേ, ഹെഡുകൾ ആരുമില്ല, അവരുടെ യൂണിറ്റല്ല. പുള്ളി ഓടി വന്നപ്പോൾ എന്താണെന്ന് വെച്ചാൽ പാമ്പ്. അപ്പോൾ എന്നെ കണ്ട പുള്ളി, ഞാൻ നേരത്തെ ആ പുള്ളിയുടെ യൂണിറ്റിൽ ട്രീറ്റ്മെൻറ്റ് കിടന്നിട്ടുണ്ട്. പുള്ളി പെട്ടെന്ന് ചാടി കയറി എൻ്റെ നെഞ്ചിൽ CPR കയറി ഇരുന്നിട്ട് പെട്ടെന്ന് ഒരു കുരടെടുത്ത് എൻ്റെ വായ്ക്കകത്ത് ഇങ്ങനെ അമർത്തിയിട്ട് പെട്ടെന്ന് ഇൻഡിബേറ്റ് വെൻറ്റിലേറ്ററിൻ്റെ എല്ലാം പെട്ടെന്നായിരുന്നു. വെൻറ്റിലേറ്ററിൻ്റെ കണക്ഷൻ പിടിച്ച് വായിലേക്ക് ഇറക്കുന്നു. എനിക്ക് കൃത്യമായി ശ്വാസം തരുന്നു. പിന്നെ അങ്ങോട്ട് 7 ദിവസം വെൻറ്റിലേറ്ററിലായിരുന്നു. 7 ദിവസം അടുപ്പിച്ച് വെൻറ്റിലേറ്ററിലാണ്. റഷ്യ, ഖത്തർ, ഭൂട്ടാൻ, നേപ്പാൾ, ഈസ്റ്റ് ടിമോർ. സഞ്ചാരം പെൻ ഡ്രൈവ് വോളിയം നമ്പർ 23. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. അപ്പോൾ എനിക്ക് കിട്ടുന്ന കടികളെല്ലാം ഈ ആദ്യത്തെ കടി ഒഴിച്ച്, കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര പുത്തൂർ വെച്ച് കടി കിട്ടിയത് ഒഴിച്ച്
ബാക്കിയെല്ലാം കോബ്ര ബൈറ്റാണ്, മൂർഖൻ്റെ ബൈറ്റ്. കോബ്ര ബൈറ്റിനൊരു പ്രത്യേകത, നമ്മൾ വൈപ്പറിൻ്റെ ബൈറ്റ് പോലെയല്ല. വൈപ്പറിൻ്റെ ബൈറ്റ് ആണെങ്കിൽ നമുക്ക് രക്തത്തെ ബാധിക്കുന്നത്, രക്തത്തെ ലൂസാക്കുന്ന കൊയാഗുലിൻ, അപ്പോൾ നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനം നടക്കുകയില്ല. അപ്പോൾ ബ്ലഡ് ലൂസായി വരുന്നു. അപ്പോൾ ബ്ലഡ് ലൂസാകുമ്പോൾ കിഡ്നിയുടെ പ്രവർത്തനം കുറഞ്ഞു വരുന്നു. അത് പിന്നെ സ്റ്റമ്പാവുന്നു. എങ്കിൽ പിന്നെ അപ്പോൾ പിന്നെ നമുക്ക് കിഡ്നിയുടെ മൂത്ര തടസ്സം ഉണ്ടാകുന്നു. പിന്നെ നമുക്ക് മൂത്രം പോകണമെങ്കിലോ യൂറിൻ പോകണമെങ്കിലോ നമുക്ക് ഡയാലിസിസ് ആവശ്യമായിരുന്നു. പക്ഷേ എനിക്ക് അണലി അന്ന് കടിച്ചിട്ട് ഡയാലിസിസിൻ്റെ ആവശ്യം വന്നില്ല. പക്ഷേ ഇവിടെ അണലിയുടെ മൂർഖൻ്റെ കടി കിട്ടി കഴിഞ്ഞാൽ വെന്റിലേറ്റർ ആയിക്കഴിഞ്ഞാൽ കൃത്രിമ ശ്വാസം തന്നു കഴിഞ്ഞാൽ ഹാർട്ടിൻ്റെ പ്രവർത്തനം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. പിന്നെയാണ് എനിക്ക് ആൻറ്റിവെനം എന്ന് പറയുന്ന മരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻറ്റിവെനം തരുന്നു. പിന്നെ ഞാൻ 6-7 ദിവസം കഴിഞ്ഞ് ബോധം വരുന്ന വെന്റിലേറ്ററിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ എൻ്റെ കൈ എനിക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇത്രയായി. എനിക്ക് കൈ എടുത്ത് മാറ്റി വെക്കണം, തിരിച്ചെടുത്ത് വെക്കണം. അപ്പോൾ ഡോക്ടർമാരുടെ ഒരു തീരുമാനം എൻ്റെ അടുത്ത് വന്ന്, സുരേഷ്, ഈ കൈ ഇങ്ങനെ പഴുപ്പ് മേലോട്ട് കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പം മുട്ട് വരെ ആയിട്ടുണ്ട്. സുരേഷിന് ഇത് മേപ്പോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ മരണം സംഭവിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇപ്പം ചെയ്യണമെങ്കിൽ നമുക്കിതിനെ മേലോട്ട് പോവാതിരിക്കാനുള്ള വഴി ചെയ്യണമെന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് മരുന്നായിട്ട് ഇനി ഒന്നും ചെയ്യാനില്ല എന്ന്. അപ്പോൾ ഞങ്ങൾക്ക് എന്താ സാർ, നമുക്ക് അടുത്ത് അദ്ദേഹത്തിൻ്റെ പേര് എന്തോ ഒരു പേര് ഞാൻ പറഞ്ഞു. അടുത്ത കാലത്ത് ഞാൻ ഓർമ്മിച്ച് വെച്ചിരുന്നൊരു പേരാണത്. അതേമാതിരി ഇത് പിന്നെ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, നമുക്കിത് ആംബ്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു, മുറിച്ച് മാറ്റണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ചേട്ടന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരാരും സമ്മതിച്ചില്ല. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ തരം മുറിച്ച് മാറ്റണമെന്നുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റിയേ പറ്റുള്ളൂ, അല്ലാതെ എന്തെങ്കിലും വഴിയുണ്ടോ ചോദിച്ചാൽ അപ്പോൾ ഒന്നുമില്ല, നമുക്ക് ഇതേ ഒരു ഓപ്ഷൻ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഷോൾഡറൊക്കെ നീരായി, ഇവിടെയൊക്കെ നീരായി, ഇവിടെയൊക്കെ നീരായി, നല്ല പഴുപ്പായി. ഇതെല്ലാം പഴുത്ത്, ഇത് മുട്ട് വരെ പഴുത്ത്. ഇത് പ്ലാസ്റ്റിക് സർജറി ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു, മുട്ട് വരെ പഴുത്ത്. അപ്പോൾ ഞാൻ അറിയില്ല, നമുക്കത് പിന്നെ തീരുമാനിക്കും. ഇപ്പം തൽക്കാലം എന്നെ ഡിസ്ചാർജ് ചെയ്യാൻ പറഞ്ഞു. ഡിസ്ചാർജ് ചെയ്ത് ഞാൻ വീട്ടിൽ പോകുന്ന സമയത്ത് ഞാൻ ട്രിവാൻഡ്രത്ത് എനിക്ക് വന്നത് ട്രിവാൻഡ്രത്ത് ജനതാ മെഡിക്കൽസ്, അവിടെ നിന്ന് കുറച്ച് ഫസ്റ്റ് എയ്ഡ് സാധനം, അതായത് നമ്മുടെ ക്ലോത്ത്, പഞ്ഞി, അതുപോലെ നമ്മുടെ ബെറ്റാഡിന് ക്ലീൻ ചെയ്യാനുള്ള ബെറ്റാഡിന്, പിന്നെ അങ്ങനത്തെ സാധനമെല്ലാം വാങ്ങി വീട്ടിൽ പോയിട്ട് ഞാൻ ഇതെല്ലാം കെട്ടഴിച്ച് പിറ്റേന്ന് രാവിലെ മുതൽ ഇതെല്ലാം ഡ്രസ്സ് ചെയ്യാൻ തുടങ്ങി. ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്ന് നമുക്ക് പഴുത്ത ഈ മാംസമെല്ലാം നമുക്ക് കാണാം, തൊലിയൊന്നുമില്ല, എല്ലാം പഴുത്ത്, ഈ മുട്ട് വരെയുള്ള മാംസമെല്ലാം തൊലിയെല്ലാം. എൻ്റെ നാട്ടുകാരോട് ചോദിച്ചു, പലരും കാണാൻ വരും ഞാൻ ഡ്രസ്സ് ചെയ്യുമ്പോൾ. ഇങ്ങനെ ഇത് എടുത്ത് കളയുമ്പോൾ ഈ പഴുത്ത മാംസങ്ങളെല്ലാം ഞാൻ കുറച്ച് നീക്കം ചെയ്തു, സിസർ വെച്ച്. അതായത് നമ്മുടെ സർജിക്കൽ ബ്ലേഡും സിസറും ഒക്കെ. ഇത് പഴുത്തല്ല, പിന്നെ നമുക്ക് വേറെ അപകടം ഉണ്ടാകുന്നില്ലല്ലോ. നമുക്ക് സർജിക്കൽ സിസറൊക്കെ വാങ്ങിച്ച് ഇതെല്ലാം ക്ലീൻ ചെയ്തു. മൊത്തം ഈ മാംസമെല്ലാം കഴിഞ്ഞ് 10 ദിവസം ഡ്രസ്സ് ചെയ്ത്. അപ്പോൾ ഇവിടുത്തെ നീരൊക്കെ ഞാൻ കുറേ തടവി താഴോട്ട് നീക്കി കൊണ്ടുവന്നു. അപ്പോൾ ഈ മുറിവ് കൂടി ഇതിൽ കൂടെ നീരൊലിച്ച് പോകുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നീര് കുറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ നേരെ മുറിവും ചെറുതായപ്പോൾ നേരെ കാരക്കോണത്ത് അവിടെ ഡോക്ടറെ വിളിച്ചു. അദ്ദേഹത്തിനെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, സുരേഷ് വന്നു പറഞ്ഞു. അല്ല, അദ്ദേഹത്തിന് നേരിട്ട് വിളിക്കുകയല്ല ചെയ്തത്. അദ്ദേഹത്തിന് ഞാൻ വിളിച്ചത് ജേക്കബ് അലക്സാണ്ടർ, എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തിന് നമ്മൾ പേര് ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. നമ്മുടെ സൂല വെറ്റിനറി ഡോക്ടറാണ് അദ്ദേഹം. ഞങ്ങൾ നല്ല കൂട്ടം. അപ്പോൾ അദ്ദേഹത്തിന് സാധനം പറഞ്ഞു, സാറേ ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? അവനെ ഒരുപാട് കടി കിട്ടിയപ്പോഴേക്കും എന്നെ സാമ്പത്തികമായിട്ട് സഹായിച്ചത് ഡോക്ടർ ജിയൊക്കെയാണ്. ഉടനെ സാറ് എന്നെ കാരക്കോണം മെഡിക്കലിലേക്ക് കണക്ട് ചെയ്യുന്നു. സാറിൻ്റെ കൂടെ പഠിച്ചൊരു ഡോക്ടർ, സാറ് വെറ്റിനറി പഠിച്ചു, മറ്റേ മെഡിസിൻ പഠിച്ച ഡോക്ടറെ കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഞാൻ അവിടെ ഇന്ന ദിവസം ചെല്ലുന്നു. അവിടെ അഡ്മിറ്റായി ഇതെല്ലാം നോക്കി 3 ദിവസം കഴിഞ്ഞ് ഫസ്റ്റ് എയ്ഡൊക്കെ തന്നതിന് ശേഷം എനിക്ക് പ്ലാസ്റ്റിക് സർജറി ചെയ്തു. ഇവിടെ നിന്ന് എടുത്ത് വെച്ചു, ഇവിടെയും വെച്ചു. ഇതിങ്ങനെ ഈ വെള്ളപ്പാട് ഇതല്ല, ഇതിങ്ങനെ കൈ നീര് വെച്ചപ്പോൾ നീര് പോകാനായിട്ട് ഇവിടെ മുതൽ ഇവിടെ വരെ ഇങ്ങനെ തുറന്നു വെച്ചു. ഇതെല്ലാം ഞാൻ തന്നെയാണ് ക്ലീൻ ചെയ്ത് കെട്ടി എല്ലാം ചെറുതാക്കിയിട്ട് അവിടെ പോയി പ്ലാസ്റ്റിക് സർജറി ചെയ്തു. ഏകദേശം ഒരു 20 ദിവസത്തോളം ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു അവിടെ. അത് കഴിഞ്ഞ് വീണ്ടും മടങ്ങി വന്ന് വീണ്ടും യാത്ര തുടങ്ങുന്നതിന് ഈ സാമ്പത്തികം വലിയൊരു ബാധ്യതയായി മാറി. ഇത്രയും കടികൾ അടുത്തടുത്ത് കിട്ടുന്നു. അപ്പം സർക്കാർ ഹോസ്പിറ്റലാണെങ്കിൽ പോലും പരിമിതികളുണ്ട്. അതിൽ പല സാധനം നമ്മൾ പുറത്തേക്ക് ഒന്ന് വാങ്ങേണ്ടി വരുന്നു. അതുപോലെ അവിടെ കൂട്ടിരിക്കാൻ വരുന്നതിൻ്റെ ചിലവ് വർദ്ധിക്കുന്നു. പിന്നെ എൻ്റെ ചിലവ് വർദ്ധിക്കുന്നു. അന്ന് നമുക്ക് ഫ്രീ ആയിട്ട് സഹായിക്കണമെന്ന് ആരുമില്ല. അന്ന് എനിക്ക് ഈ ജേക്കബ് അലക്സാണ്ടർ സാർ, അദ്ദേഹത്തിന് 2-3 സുഹൃത്തുക്കളാണ് എന്നെ സാമ്പത്തികമായിട്ടൊക്കെ സഹായിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ ഒക്കെ വന്ന് കണ്ടു. പിന്നെ മുറിവൊക്കെ ഏകദേശം പൂർണ്ണമായിട്ട് കരിയുന്നതിന് മുന്നേ തന്നെ ഇതൊക്കെ ഒരു 15-20 ദിവസം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനതൊന്നും കാത്തിരുന്നില്ല. അതിന് മുന്നേ എനിക്കിങ്ങനെ കോളുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ വീണ്ടും പഴയ യാത്ര തുടർന്ന് പോയിക്കൊണ്ടിരിക്കും. പഴയതുപോലെ തന്നെ അതിനേക്കാളും കുറച്ചുകൂടെ ഉഷാറായി. അപ്പോൾ എല്ലാവർക്കും തോന്നാവുന്നൊരു സംശയമാണ്,
ഈ പാമ്പിനെ പിടിക്കാൻ പോയി ഇത്രയും കടി കിട്ടുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഉപദേശങ്ങളായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടോ എന്ന് ചിലപ്പോൾ ചിന്തിക്കാം. പക്ഷേ സത്യസന്ധമായിട്ട് പറയുകയാണ്, ഒരാൾ പോലും എന്നെ ഉപദേശിക്കാൻ വന്നിട്ടില്ല. അത് വേറൊന്നും കൊണ്ടല്ല, എല്ലാവരുടെയും മനസ്സിൽ എനിക്ക് കടികിട്ടിയാൽ ഒന്നും സംഭവിക്കില്ല, എനിക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. ഡോക്ടർമാർ പറഞ്ഞിരിക്കും, ഞാനും അത് പലരോടും പറഞ്ഞു, എനിക്ക് നിങ്ങൾ പേടിക്കേണ്ടതില്ല, എനിക്കൊരു പ്രശ്നം ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ എല്ലാവരെയും ബോധവൽക്കരിച്ചു. അപ്പോൾ എല്ലാവർക്കും അത് ക്രൈസായി. ഒരു പ്രശ്നമില്ല, വാവ സുരേഷ് പാമ്പ് പിടിച്ച വാവ സുരേഷ് പിടിച്ചോട്ടെ, വാവ സുരേഷിനെ കടിച്ചാലും വാവ സുരേഷ് മരിക്കില്ല എന്നൊരു ചിന്ത ജനങ്ങളുടെ മനസ്സിലേക്ക് വരുന്നു. അപ്പോൾ ആരും എന്നെ ഉപദേശിച്ചിട്ടേ ഇല്ല ആ ഒരു കാലഘട്ടത്തിൽ, ഒരാളും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് എബി ജേക്കബ് സാർ, അന്ന് കമാൻഡിങ് ഓഫീസറാണ്, എയർഫോഴ്സിൻ്റെ കമാൻഡിങ് ഓഫീസറാണ്. അപ്പോൾ ഒരു ഓഫീസറിന് അന്ന് 10ഓളം പേരെ ജോലിക്ക് കയറ്റാം. അപ്പോൾ അദ്ദേഹം ഞാനിവിടെ ഇങ്ങനെ കൂട്ടുകെട്ടായിട്ടൊക്കെ നടക്കുന്നു, ഇങ്ങനെ സമയത്ത് ജോലിക്ക് പോകുന്നത് എപ്പോഴും പാമ്പെന്ന് തുടങ്ങി. അമ്മ പണ്ട് ജോലിക്ക് ഇവിടെ അമ്മ പോയി അദ്ദേഹത്തിനെ കണ്ട്, അദ്ദേഹത്തിൻ്റെ മമ്മിയെ കണ്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. ശോശമ്മ ചാക്കോൻ്റെ അമ്മയെ കണ്ടു എന്നാണ് എനിക്ക്, അമ്മ പറഞ്ഞിട്ടായിരിക്കാം. ഇദ്ദേഹം എൻ്റെ ഒരു ദിവസം എന്നെ വിളിപ്പിച്ച് ഞാൻ ചെന്നു. അവൻ നീ എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞു, അണ്ണാ കുഴപ്പമില്ല, ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അണ്ണാന്നാണ് ഞാൻ വിളിക്കുന്നത്. പിന്നെ അണ്ണാ വിളിയായി ഞാൻ. അപ്പോൾ ഇപ്പം എന്താണ് നിൻ്റെ ഐഡിയ? ഞാൻ പറഞ്ഞു, എനിക്ക് പ്രത്യേകിച്ച് ഐഡിയ പാമ്പിനെ പിടിച്ച് ഇങ്ങനെ പോകണം, വേറെ എന്തെങ്കിലും താല്പര്യമുണ്ട്? ഞാൻ പറഞ്ഞു, ഒരു താല്പര്യമില്ല. അപ്പോൾ ഞാനൊരു ജോലി വാങ്ങി തന്നാൽ പോകാൻ പറ്റുമെന്ന് വെച്ച്. ഞാൻ പറഞ്ഞ് എവിടെയാണെന്ന് വെച്ച്. ഞാൻ നിൽക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ഞാൻ പറഞ്ഞു, എവിടെയാണ് സാർ? അത് എയർഫോഴ്സിൽ നിനക്കൊരു ജോലി ശരിയാക്കാമെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചാൽ നടക്കും, എനിക്കൊരു 1-2 വരെ ജോലി കയറ്റാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മനസ്സോടെ ഞാൻ സമ്മതിച്ചു, ശരിയായിട്ട് ആയിക്കോട്ടെ എന്ന്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകിച്ച് റെക്കമെൻഡേഷനിൽ എയർഫോഴ്സിലൊരു പോസ്റ്റിങ് അന്ന് തയ്യാറാക്കാമായിരുന്നു, ഇന്നതൊന്നും നടക്കത്തില്ല. അപ്പോൾ അദ്ദേഹം അത് തയ്യാറാക്കി. അങ്ങനെ എനിക്ക് ഗോഹട്ടിയിൽ ആസാമിൽ ഗോഹട്ടിയിൽ എല്ലാം തയ്യാറാക്കിയതാണ്. അപ്പോൾ അദ്ദേഹം ടിക്കറ്റെല്ലാം എടുത്തു തന്നു, എല്ലാം ചെയ്തു. കൊണ്ടുപോകാനുള്ള അദ്ദേഹം തന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് എല്ലാം അയാളെ കൂടെ അദ്ദേഹത്തിൻ്റെ കൂടെ പോകാൻ റെഡിയായി. പക്ഷെ ഞാൻ അന്ന് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുത്തില്ല. കാരണം എനിക്കന്ന് അമ്മയെ കാണാതെ നിൽക്കാൻ പറ്റുന്നൊരു സാഹചര്യമായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ ഞാൻ അദ്ദേഹം ടിക്കറ്റൊക്കെ എടുത്ത് 11.5 കിലോ ടിക്കറ്റായിരുന്നു. അദ്ദേഹം ഞാനിവിടെ പോകാൻ റെഡിയായി. ഞാൻ ആ സമയത്ത് മുങ്ങിക്കളഞ്ഞു, അദ്ദേഹത്തോടൊപ്പം പോയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഞാൻ പിന്നെ ഒരു മാസം വീട്ടിലോട്ട് പോയില്ല. ഞാൻ രാത്രി എൻ്റെ വീട്ടിൽ വന്ന് കിടക്കും, പകൽ അമ്പലത്തിൽ പോയി കിടക്കും, ജോലിക്കൊന്നും പോകാറില്ല. പിന്നെ ഒരു വിനോദം വെച്ചാൽ ആ കാലഘട്ടത്തിൽ വിശപ്പ് വരുമ്പോൾ ആ പാടവരമ്പിലിരിക്കുന്ന ഏതെങ്കിലും തെങ്ങിൽ കയറി ഞാൻ തെങ്ങിൽ മരങ്ങളിൽ കയറുന്ന ഒരാളായിരുന്നു. പകൽ ആയിരുന്നാലും രാത്രി ഞാൻ തെങ്ങിൽ കയറുന്നു, കരിക്ക് കട്ടിടുന്നു, ഇടിച്ച് പൊട്ടിക്കുന്നു. വെട്ടി പൊട്ടിക്കാനൊന്നുമില്ല, കല്ലിൽ ഇടിച്ച് പൊട്ടിച്ച് കുടിച്ചുകൊണ്ട് പറമ്പിൽ പോയി കിടക്കും. അല്ലെങ്കിൽ അവിടെ പഞ്ചായത്ത് കുളമുണ്ട്, പോകുമ്പോൾ കേട്ടിക്കാവിനടുത്ത് അവിടെ പോയി കിടക്കും. ആരും എന്നോടൊന്നും ചോദിക്കാറില്ല. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും ഈ എബി സാറിൻ്റെ അമ്മ എന്നെ വിളിക്കുന്നു. ഞാൻ അമ്മയെ കാണാൻ പോകുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, നീ ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി നിന്നിട്ട് നടന്നാൽ പറ്റത്തില്ല, നീ ഇവിടുന്ന് എവിടെയെങ്കിലും സമാധാനം പോയി നിൽക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അമ്മയുടെ സഹോദരൻ ഉമ്മൻ സാർ, പുള്ളി കല്ലൂപ്പാറയാണ്, പുള്ളിയൊക്കെ ഇപ്പോൾ മരണപ്പെട്ടു, പാവം, നല്ല മനുഷ്യന്മാർ. അപ്പോൾ നീ ഒരു കാര്യം ചെയ്യ, എൻ്റെ ആങ്ങളുടെ വീട്ടിൽ കുറച്ച് ദിവസം പോയി മാറി നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മാറി നിൽക്കാൻ പറഞ്ഞ കാര്യം ഞാൻ വീണ്ടും ആളുകളായിട്ട് വഴക്കും പ്രശ്നങ്ങൾ ചുമ്മാ വഴക്കുണ്ടാക്കും. എന്തെങ്കിലും ഇപ്പോൾ പോടാന്ന് പറഞ്ഞ് എന്തെങ്കിലും എന്തെന്ന് പറഞ്ഞാൽ പോടേന്ന് പറഞ്ഞ് അങ്ങനെ ഒരു വഴക്കിലേക്ക് പോയി ഇവിടെ നിന്നാൽ ശരിയാവില്ലെന്ന് പറഞ്ഞു. പിന്നെ അച്ഛനുമായിട്ട് വഴക്ക്, അമ്മ അടിക്കുമ്പോൾ ഞാൻ അച്ഛനെ പിടിച്ചു കളയാനൊക്കെ തുടങ്ങി. അതുകൊണ്ടൊക്കെ അമ്മ എന്നെ ഇവിടുന്ന് മാറ്റി നിർത്താൻ വേണ്ടിയാണ് ചോദിച്ചാൽ അമ്മയെ പോയി കാണുന്നത്. ഞാൻ അമ്മ എന്ന് വിളിക്കുള്ളൂ, അവർ മക്കളും മമ്മിയെന്ന് വിളിക്കും, ഞാൻ അമ്മ എന്ന് വിളിക്കും. അങ്ങനെ എന്നെ അവിടെ ഒരു കല്ലുപ്പാറ ഉമ്മൻ സാർ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നു. രാവിലെ 4 മണിക്ക് എണീക്കണം. പത്ര ഏജൻ്റാണ് പുള്ളി, പത്രം എടുക്കാൻ പോകണം. പിന്നെ കൊണ്ടുവന്ന് 200 ചില്ലോളം പത്രങ്ങൾ ഈ വീടുകളിൽ കൊണ്ട് രാവിലെ പത്രം ഇടാൻ പോകണം. അത് കഴിഞ്ഞ് വന്നാൽ പിന്നെ പകൽ ഫ്രീ ആണ്. പിന്നെ പകൽ വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ചുമ്മാ ഇരിക്കത്തില്ല. ആ വീട്ടിലെ പാത്രം, അവർ ഫുഡ് കഴിച്ചിട്ട് വയ്ക്കുന്ന പാത്രം കഴുകുന്നു. മക്കൾ ഒരു പെണ്ണും 2 പെണ്ണും ഒരാണുമാണ്. അപ്പോൾ അവരുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, അവർ 10-ലൊക്കെ പഠിക്കുന്ന കുട്ടി, ആ സമയത്ത് ആ കുട്ടികളുടെ ഡ്രസ്സ് നനയ്ക്കണം. പിന്നെ അത്യാവശ്യം പാചകം ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ വെളിയിൽ പോയി അവർക്ക് 8 or 10 പൈവുണ്ട്, ആ പൈവിന് പുല്ലിറക്കണം. ഇതൊക്കെയായിരുന്നു എൻ്റെ ജോലി. അങ്ങനെ ഞാൻ ഏകദേശം ഒരു 6-7 മാസത്തോളം അവിടെ നിന്നു ഒക്കെ. ഇപ്പോൾ പിന്നെ എനിക്ക് വീണ്ടും ആ പഴയ ഓർമ്മ വന്നു, വീട്ടിലേക്ക് പോകണമെന്നുള്ള ഓർമ്മ. അങ്ങനെ ഇവരറിയാതെ രാത്രിയിൽ എല്ലാവരും ഇവരകത്ത് കിടക്കാൻ പറഞ്ഞില്ല, ഞാൻ പുറത്ത് കിടക്കാമെന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ പുറത്ത് കിടന്ന് 1 മണിയായപ്പോൾ ഞാൻ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി. തുണിയെല്ലാം നേരത്തെ മാറ്റി വെച്ചതൊന്നും ഇവർ കണ്ടില്ല. അന്ന് രാത്രി അവിടെ നിന്ന് ഇറങ്ങി നടന്ന് കല്ലുപ്പാറന്നതിൻ്റെ ഉള്ളിലാണ് ഈ വീട്. അവിടെ നിന്ന് 3-4 കിലോമീറ്റർ നടക്കണം. ഞാൻ പിന്നെ 3-4 അന്ന് വണ്ടികളൊന്നുമില്ല, 3-4 കിലോമീറ്റർ നടന്ന്
കല്ലുപ്പാറ ജംഗ്ഷനിൽ വന്ന് അവിടുന്ന് ഒരു കാളവണ്ടി റോഡിൽ കൂടെ പോയി കാളവണ്ടിയോട് ചോദിച്ചു ഞാനും കൂടെ വരട്ടെ വെച്ചാൽ പുള്ളിക്കാരൻ തിരുവല്ല വരെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ കല്ലുപ്പാറയിൽ നിന്ന് തിരുവല്ല വരെ എന്നെ കാളവണ്ടി കൊണ്ടാക്കി. ഞാൻ അവിടുന്ന് ബസ്സിൽ കയറി നേരിട്ട് വേണ്ടത്തൊന്ന് ഇറങ്ങി. നാട്ടിലേക്ക് വന്നപ്പോൾ വീണ്ടും കൂടുതൽ കൂട്ടുകളുണ്ടാക്കി. പിന്നെ ഞാൻ അറിയപ്പെടുന്നൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനമായി മാറി. പിന്നെ അവരോടൊപ്പം നടക്കുമ്പോൾ അറിയാമല്ലോ, രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് പിന്നെ സമരങ്ങളുണ്ടാവും, ഹർത്താലുകളുണ്ടാവും, ബന്ദുകളുണ്ടാവും. അപ്പോൾ ഇതിലൊക്കെ പങ്കാളികളായി ബസ്സിന് കല്ലെറിയാനും ഒക്കെ നടന്നു. അതിൽ അങ്ങനെ ഒരു ബസ്സിൽ കല്ലെറിഞ്ഞതിൽ കേസുണ്ടായി. 14 ദിവസം റിമാൻഡിൽ പോയി. അത് കഴിഞ്ഞ് കുറേ നാൾ കേസ് പറഞ്ഞു. അത് കഴിഞ്ഞ് റിമാൻഡിൽ പോയി. പിന്നെ കേസ് പറഞ്ഞ് വെളിയിൽ വന്നു. പിന്നെ കേസൊക്കെ സർക്കാർ കേസിന് വെറുതെ വിട്ടു. പിന്നെ ആ ഒരു ബന്ധം വെച്ച് ഒരുപാട് എപ്പോഴും ഞാൻ സഞ്ചരിക്കുമ്പോൾ എന്നോടൊപ്പം ബോഡി ഗാർഡ് പോലെ കുറേ ആൾക്കാരിങ്ങനെ കൂടി തുടങ്ങി. അപ്പോൾ എനിക്ക് ഏകദേശം വീണ്ടും ഞാൻ ജോലിക്കാരെ കൂടുതൽ കൊണ്ടുവന്ന് ജോലി ചെയ്യിപ്പിക്കാൻ തുടങ്ങി. പിന്നെ വലിയ വലിയ പണികളെടുത്ത് തുടങ്ങി. അപ്പോഴാണ് പഞ്ചായത്ത് നമുക്ക് വീട് വെച്ച് കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാനുള്ള പുതിയ സംരംഭങ്ങൾ വരുന്നു. അങ്ങനെ മറ്റേ 1 ലക്ഷം രൂപയുടെയും 2 ലക്ഷം രൂപയുടെ വീട് വെക്കാൻ പോകുന്നു. വീട് വെച്ച് കൊടുക്കുന്നു ആൾക്കാർ. അങ്ങനെ കുറേ പാവപ്പെട്ടവരുടെ വീട് ഞാൻ ഏറ്റെടുക്കുന്നു. പാമ്പിനെ പിടിച്ചു. അപ്പോൾ ഈ 6 മണി ഉച്ചയ്ക്ക് 1 മണി തൊട്ട് ഞാൻ 6 മണി വരെ ഒരു സാധനം കഴിച്ചിട്ടില്ല, പച്ച വെള്ളം പോലും കുടിച്ചിട്ടില്ല. നന്നായിട്ട് ക്ഷീണിച്ചു. അന്നൊക്കെ ജോലിയാണ്, ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ ഞാൻ പുള്ളിക്കാരത്തിയോട് പറഞ്ഞു, അമ്മ എനിക്കിത് കുടിക്കാൻ വെള്ളം വേണം. അപ്പോൾ അവർ ചോദിച്ച് കയ്യും കാലം കഴിവാണ്. ഞാൻ പറഞ്ഞു, അല്ല അമ്മ എനിക്ക് കുടിക്കാനാണ്, കുടിക്കാൻ കുറച്ച് വെള്ളം തരും, ഒട്ടും വയ്യാന്ന് പറഞ്ഞു. ശരി മക്കളത് ഇപ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. പുള്ളിക്കാരത്തി പുറകെ കൂടെ പോയി കുറച്ച് പേര് മഗ്ഗിൽ വെള്ളം കൊണ്ടുവന്നു, മഗ്ഗിൽ. അപ്പോൾ ഈ വീട്ടിൽ ജോലി ചെയ്യുന്ന ആളെന്നെ അവിടെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ അമ്മ ഇത് കുടിക്കാൻ ഞാൻ അകത്തുനിന്ന് എടുത്തുകൊണ്ട് വന്ന വെള്ളം മക്കളെ എന്ന് പറഞ്ഞു. ശരി ഞാൻ ആയിക്കോട്ടെ. ഞാൻ കുടിക്കാണ്ട് ഇങ്ങനെ വയലേക്ക് ഒഴിക്കാൻ പുള്ളിക്കാരൻ കുടിക്കരുത്, ഇത് പുറത്ത് ആൾക്കാർ വന്നാൽ ഉപയോഗിക്കുന്ന ബാത്റൂമിൽ ഉപയോഗിക്കുന്ന മഗ്ഗാണെന്ന് പറഞ്ഞു.